ഹലോ ഗൈസ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ അടുത്തിടെയായി ശ്രദ്ധിച്ച കേരളത്തിലെ മൊത്തത്തിൽ ഇന്ത്യയിലെ സിനിമക്ക് നടക്കുന്നൊരു പ്രശ്നമാണ്. ഇന്ത്യയിലെ സെൻസർ ബോർഡ് പല സിനിമകൾക്കും സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നതെങ്കിലും അവർ അതിൻ്റെ അകത്തോട്ട് കൈയിട്ടിളമ്പി കുറേ കൂടെ കട്ടുകൾ ചെയ്തൊക്കെയാണ്. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം മാർക്കോൻ്റെ സെൻസർ റിപ്പോർട്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം 1 മണിക്കൂർ 59 മിനിറ്റ് 40 സെക്കൻഡിൽ ഒരു കുട്ടിയുടെ തല സിലിണ്ടർ വെച്ചടിച്ച് പൊട്ടിക്കുന്ന സീൻ 70% ട്രിമ്മ് റിപ്ലേസും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 18 സെക്കൻഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 18 സെക്കൻഡാണ് അവർ റിപ്ലേസ് ചെയ്തത്. ഇതായിട്ട് ഇവിടെ കാണാം ഒരു കൊച്ചിനെ തൂക്കിയിട്ടേക്കണ സീൻ 60% കുറയ്ക്കണമെന്നും പിന്നെ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ സീൻ 50% കുറയ്ക്കണമെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ 2 സീനും കൂടെ ആയിട്ട് തന്നെ 14 സെക്കൻഡും 17 സെക്കൻഡും ഈ മാർക്കോ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയിൽ എടുത്ത് കളഞ്ഞ സീനാണ്. പിന്നെ കുറേ അല്ലാത്ത നോട്ടീസുകളൊക്കെ വയ്ക്കുന്ന സീൻ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന റൈറ്റേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു വ്യൂ പോയിൻ്റാണ് ആ സിനിമേൻ്റെ മെയിനായിട്ടുള്ള ടാർഗറ്റ്. അത് എല്ലാവർക്കും അപ്പീൽ ചെയ്യണമെന്ന് യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പല സിനിമകളും കേരള സെൻസർ ബോർഡിൻ്റെ കൊടുക്കാതെ നേരെ നെറ്റ്ഫ്ലിക്സിലോ അല്ലാതെ അതുപോലുള്ള മറ്റേതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറക്കുന്നത്. കാരണം അതിന് സെൻസറിങ് വേണ്ട. അവരുടെ വ്യൂ പോയിൻ്റ് അവർക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഷെയർ ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യുന്ന സിനിമകളുടെ കാരണം കേരളത്തിലെ സെൻസർ ബോർഡിൻ്റെ കുഴപ്പം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ കാരണം അമേരിക്കയിലുള്ള സെൻസർ ബോർഡൊക്കെ ടെറിഫയറും ടെറിഫയർ 2ഉം ടെറിഫയർ 3 പോലുള്ള മാരകവും ഭീകരമായിട്ടുള്ള സിനിമയൊക്കെയാണ് അവിടെ ഓടാൻ സമ്മതിക്കണത്. അതും ഒരു കട്ടും ഇല്ലാതെ. മാർക്കോൻ്റെ അച്ഛനായിട്ട് വരും ടെറിഫയറൊക്കെ. എന്നിട്ടും അമേരിക്കയിലെ സെൻസർ ബോർഡിനൊന്നും കുഴപ്പമില്ല. നമ്മളെ ഇന്ത്യൻ്റെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സെൻസർ ബോർഡിനാണ് ഈ സിനിമകളുടെ ഇടയിൽ കൈയിട്ട് വരാനുള്ള അത്ര ആഗ്രഹം. ഈ സ്വഭാവം ഞാൻ സെൻസർ ബോർഡ് നിർത്തണമെന്നേ പറയുള്ളൂ. കാരണം ഒരു സിനിമയിൽ സിനിമാക്കാർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അത് നമ്മൾ ഏത് സിനിമയിലും പ്രേക്ഷകന് സിനിമ കാണണമെങ്കിൽ കണ്ടാൽ മതി. അല്ലാതെ കാണണമെന്ന് പറഞ്ഞ നിയമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് സിനിമകളൊന്നും വെറുതെ വിടുക. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് തോന്നുന്ന പോലെ സിനിമ ഉണ്ടാകട്ടെ. അത് കാണണമെന്നുള്ളവർ പോയി കണ്ടോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് കൈയിടുന്നത്? അത് തെറ്റല്ലേ? അല്ല, ഇനി ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ സർക്കാരിനെതിരെ പറയുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അല്ല. ഞാൻ ഇന്ത്യനും കേരളീയനുമായ സിനിമകളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അത് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ സിനിമകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യയിൽ കില്ലും മാർക്കോയും അനിമലും പോലുള്ള പല സിനിമകളും വയലൻസ് വളരെ എക്സ്ട്രീമായിട്ട് കാണിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും കൊറിയൻ സിനിമകൾ പോലെയുള്ള ഒരു വയലൻസും ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയിലും ഇതുവരെ ആരും കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസർ ബോർഡ് ആരെയും ഒന്നും കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഇന്ത്യയിലൊക്കെ ഒരു ടെറിഫയറുള്ള സിനിമ വരണമെങ്കിൽ ഇവിടുത്തെ സെൻസർ ബോർഡിലെ ആളുകൾ മാറണം. ഇവിടെയൊക്കെ ടെറിഫയർ പോലത്തെ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ സിനിമകളിൽ ഫുള്ള് ബ്ലറായും ഉള്ളതെല്ലാം കട്ട് ചെയ്ത് മാത്രമായിരിക്കും കാണിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാ സിനിമകളിലും വയലൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ വയലൻസ് കാണിക്കേണ്ട സിനിമകളിൽ വയലൻസ് കാണിക്കാൻ സമ്മതിക്കണം. അതാണല്ലോ ഒരു സാമാന്യ മര്യാദ. അത്രമാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഇത്രയും നേരം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ലൈക്ക് തന്നിട്ട് നിങ്ങൾ ബാക്കി വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, പ്ലീസ്. ഇന്ത്യയിൽ നിന്നുള്ള പലരും മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ അഡാപ്റ്റ് ചെയ്യാനും അവരത് കൂടുതൽ കാണാനും താല്പര്യപ്പെടുന്നതിന് കാരണം ഇതാണ്. ഇന്ത്യയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എല്ലാം കളയണമെന്നല്ല, എന്നാലും അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മാർക്കോ പോലുള്ള സിനിമയിൽ കുറച്ചുകൂടി വയലൻസ് ആവാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഭൂരിഭാഗം പേർക്കും അത്ര വയലൻസ് മതിയെന്ന് തോന്നി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കാരണം.
ഓക്കെ, ഇനി കുറച്ച് നേരം ഞാൻ മാർക്കോ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സത്യം പറയില്ല, ഞാൻ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് മാർക്കോ സിനിമയിലേക്ക് കയറിയത്. ഞാൻ വിചാരിച്ചു ഈ വയലൻസ് വളരെയധികമാണെന്ന് പറയുന്നത് കൊണ്ട് ഈ സിനിമയായിരിക്കും ഇനി അടുത്ത ഇന്ത്യൻ ടെറിഫയർ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വയലൻസ് ആയിട്ടുള്ള സിനിമ മാർക്കോ തന്നെയാണ്. ബട്ട് എനിക്ക് പലയിടത്തും പലതും VFX ആയിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമയിലെ വൺ ഓഫ് ദ മെയിൻ വില്ലൻസായ ടോണിയുടെയൊക്കെ ഡെത്ത് എന്തായിരുന്നു, അത് ഫുള്ള് VFX ആയിരുന്നു. ഞാൻ പറയുന്നത് ജഗദീഷിനെ പൊട്ടിത്തെറിപ്പിക്കണമെന്നല്ല, കാണിച്ചതിന് ഇത്തിരി കൂടി കൺവിൻസിങ് ആയിട്ട് ചെയ്യാമായിരുന്നു എന്നതാണ്. അല്ലാത്തത് ഹെയ്റ്റായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. ബട്ട് ഈ സിനിമയിൽ ഉണ്ണിമുന്തൻ്റെ സ്വാഗ് ഓഫ് ദ റൂഫായിരുന്നു. ഉണ്ണിമുന്തൻ്റെ ആ ഒരു ആക്ടിങ്ങും സ്വാഗും കാണാൻ തന്നെയാണ് ഈ സിനിമ നിങ്ങൾ മെയിനായിട്ട് കാണാൻ പോകേണ്ടത്. നിങ്ങൾക്ക് 18 വയസ്സാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് കുഴപ്പമില്ലെങ്കിലോ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി ഈ സിനിമ കാണുക. എന്നിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടേതായ ഒരു അഭിപ്രായം കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ്. നിങ്ങളെല്ലാവരും ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.